അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് റൊണാൾഡ് റീഗൽ ദേശീയ വിമാനത്താവളത്തിൽ ഇറങ്ങവേ സൈനിക കോർപ്പറ്റുമായി കൂട്ടിയിടിച്ച് തകർന്ന യാത്രാ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുകയുണ്ടായി. വിമാനയാത്രയെക്കുറിച്ചുള്ള വിവരവും എയർക്രാഫ്റ്റ് കൺട്രോൾ വിഭാഗവുമായി പൈലറ്റുമാർ നടത്തിയ ആശയവിനിമയത്തിലാണ് ബ്ലാക്ക് ബോക്സ് ഉണ്ടാവുക. ബോംബാർഡിൽ CRJ-700 ജെറ്റ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചു വരികയാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് NTSB അറിയിക്കുകയും ചെയ്തു. അപകടത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് വിശദ അന്വേഷണം നടത്തുമെന്നും NTASB ചെയർമാൻ ജെനിഫർ ഹോമൻഡി പറയുകയും ചെയ്തു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ പുറത്തുവിടുമെന്നും അദ്ദേഹം അറിയിച്ചു. വാഷിംഗ്ടൺ DC-യിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലായിരുന്നുവെന്നും ഒരേ ജീവനക്കാർ തന്നെയായിരുന്നു ഹെലികോപ്റ്ററും യാത്രാ വിമാനവും ഗതാഗത നിർദ്ദേശവും നൽകിയിരുന്നതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എതിർദിശയിൽ നിന്നും വിമാനം വരുന്നതായി ഹെലികോപ്റ്റർ എയർക്രാഫ്റ്റ് കൺട്രോൾ ടവറിൽ നിന്നും മുന്നറിയിപ്പ് നൽകുന്ന ശബ്ദ സന്ദേശം BBC പുറത്തുവിട്ടിരുന്നു. അതേസമയം വിമാനത്തിലുണ്ടായിരുന്ന 27 പേരെയും ഹെലികോപ്റ്ററിലെ ഒരാളുടെ മൃതദേഹങ്ങളാണ് പോട്ടോമിക് നദിയിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. നദിയിലെ വിറങ്ങലടിക്കുന്ന തണുപ്പ് കാരണം മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ സിക്കോർസി UH-60 ബ്ലോക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായി വിമാനം കൂട്ടിയിടിച്ച് തകർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും ഹെലികോപ്റ്ററും ഉണ്ടായിരുന്ന 3 സൈനികരും മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.